ECG സോക്കറ്റ്, NIBP, SpO2, പിന്നെ 2 ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. പേഷ്യന്റിലെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ഇന്റർഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് കണ്ടോ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ ട്രെൻഡ് ഗ്രാഫ് ആയിട്ടുണ്ട് ഡിസ്പ്ലേ. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ OxyCRG ഗ്രാഫ് വന്നിട്ടുണ്ട് ഇവിടെ. ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബിഗ് സ്ക്രീൻ ആയിട്ടുണ്ട്. നമുക്ക് ഡിജിറ്റുകളെല്ലാം വലുതായി, നമുക്ക് ഗ്രാഫുകൾ ചെറുതായിട്ടുണ്ട്. ഇത് നമ്മളെ സ്റ്റാൻഡേർഡ് സ്ക്രീൻ വരുന്നത്. നമുക്ക് ഹാർട്ട് റേറ്റിന്റെ ECG സെറ്റിംഗ്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ECGയുടെ ഫുൾ സെറ്റപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് SpO2 വേണമെന്നുണ്ടെങ്കിൽ SpO2 സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാം. ഈസിയാണ്. പിന്നെ അതുപോലെ നമുക്ക് പേഷ്യന്റ് സെറ്റപ്പ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ ആയിട്ട് വരുന്ന ഓപ്ഷൻ പേഷ്യന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അഡൽട്ട് ആണ് എടുക്കുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പീഡിയാട്രിക് ആണെന്നുണ്ടെങ്കിൽ പീഡിയാട്രിക്കിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഓൾറെഡി മെഷീനിലെ അഡൽട്ട് സെറ്റിംഗ്സ് എല്ലാം മാറിയിട്ട് നമുക്ക് പീഡിയാട്രിക് സെറ്റിംഗ്സിലേക്ക് മൊത്തത്തിൽ മാറും. പീഡിയാട്രിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പീഡിയാട്രിക് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ PED എന്ന് എഴുതിയിട്ടുണ്ട്, പീഡിയാട്രിക് ആയി. അപ്പൊ മെഷീന്റെ എല്ലാ സെറ്റിംഗ്സും പീഡിയാട്രിക്കിലേക്ക് ചേഞ്ച് ആവും. ഇതുപോലെ നമുക്ക് ന്യൂനാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം, ന്യൂനാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ന്യൂനാറ്റിൽ നമുക്ക് പോലെ തന്നെ അടൽത്തിൽ തന്നെ മെഷീൻ ഓഫ് ആക്കുന്ന സമയത്ത് മെഷീൻ ഷട്ട് ഡൗൺ ആവണോ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ ഓക്കെ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് മെഷീൻ ഷട്ട് ഡൗൺ ആവും.